ഷൈജു, അതുപോലെ തന്നെ ഇപ്പോൾ വി ഡി സതീശൻ രാജ്യഭീഷണി മുഴക്കി എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ AICC അതിലെന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ ഒരു അനുനയ നീക്കം നടത്തേണ്ടതല്ലേ? അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഒപ്പം തന്നെ വി ഡി സതീശൻ ഇപ്പോഴും ആലപ്പുഴയിൽ തുടരുകയാണോ? മാധ്യമങ്ങളുമായി ഒരു കൂടിക്കാഴ്ചക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി ഒരു കൂടിക്കാഴ്ചക്ക് സാധ്യതയുണ്ടോ ഈ വിഷയത്തിൽ? സഫോന, അതായത് വി ഡി സതീശൻ രാജ്യഭീഷണി മുഴക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി വ്യക്തതയില്ല. പക്ഷേ വി ഡി സതീശൻ ഈ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അസ്വസ്ഥനാണ്. ആ അസ്വസ്ഥത അദ്ദേഹം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് K സുധാകരൻ മാധ്യമങ്ങളെ കാണാൻ തുനിഞ്ഞത്. അദ്ദേഹത്തോട് നിങ്ങൾ രണ്ടാളും ചേർന്നല്ലേ മാധ്യമങ്ങളെ കാണേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നെക്കുറിച്ചല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് എന്നാണ്. അതിനുശേഷം അദ്ദേഹം വേഗത്തിൽ മടങ്ങുകയാണ് ചെയ്തത്. ഈ K സുധാകരനുള്ള ആലപ്പുഴയിലെ ഹോട്ടലിൽ, ഈ സ്വകാര്യ ഹോട്ടലിൽ വി ഡി സതീശൻ ഇപ്പോഴുമുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായി മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം പ്രതികരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിലെ സമരാഗ്നി പരിപാടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇരുവരും ഇവിടെ നിന്ന് അല്പസമയത്തിനകം പുറപ്പെടും. അതിനു മുമ്പ് ഒരു പക്ഷേ മാധ്യമങ്ങൾ വി ഡി സതീശനെ കാണാനുള്ള ശ്രമം നടത്തും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ വി ഡി സതീശൻ എന്ത് പറയുന്നു എന്നതും ഇക്കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇരുവർക്കിടയിലും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും K സുധാകരൻ്റെ സമീപനത്തിൽ വി ഡി സതീശൻ അസ്വസ്ഥനാണ് എന്ന കാര്യവും ഏതാണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നു. പല കാര്യങ്ങളും നമ്മൾ കൂട്ടി വായിക്കുമ്പോഴും കാണുമ്പോഴുമൊക്കെ അതാണ് മനസ്സിലാകുന്നത്. അക്കാര്യം അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന്, അതായത് തർക്കമുണ്ടാവാതെ സമരാജ്ഞിയെയോ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയോ ബാധിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങൾക്ക് മുന്നിൽ നേതാക്കൾക്കിടയിൽ ഐക്യമുണ്ട് എന്ന ഒരു സന്ദേശം നൽകിയാൽ മാത്രമേ അത് തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ അത് UDF-നെയും കോൺഗ്രസിനെയും സാജു ഇപ്പോൾ തുടരുന്നുണ്ട്. സാജു, ഇപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന രണ്ട് നേതാക്കൾ ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ അത് പരിഹാരമായിട്ടില്ല എന്നതിൻ്റെ സൂചനയാണോ ഇപ്പോഴും നമ്മൾ ഈ കാണുന്നത്? ഈ പരിഹാരമായിട്ടുണ്ടോ എന്നുള്ളത് ഇനി ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടലിലൂടെ, AICC നേതൃത്വത്തിന്റെ പൂർണ്ണമായ ഒരു ഇടപെടലിലൂടെ മാത്രമേ ഈ അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് സതീശൻ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം രാജ്യഭീഷണി മുഴക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പകരം തനിക്കിതിലുള്ള അസ്വസ്ഥതയും അതൃപ്തിയും AICC നേതൃത്വത്തെ അറിയിക്കുകയും ഇടപെടൽ ആവശ്യപ്പെടുകയുമാണ് സതീശൻ ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്നാണ് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഇരുവരോടും സംസാരിക്കാം എന്ന് അറിയിക്കുകയുമൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സതീശന്റെ അതൃപ്തി പൂർണ്ണമായും പരിഹരിക്കാൻ AICC നേതൃത്വത്തിന് എത്രത്തോളം കഴിയുന്നു, അതിനെത്ര വേഗത്തിൽ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രമാത്രം അസ്വസ്ഥമാകേണ്ട കാര്യം KPCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് പ്രതികരണങ്ങൾ നടത്തുമ്പോൾ സൂക്ഷ്മത പാലിക്കേണ്ടതായിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഈ സമരാഗ്നി എന്നത് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് നടത്തട്ടെ എന്ന തീരുമാനത്തിന് പോലും AICC നേതൃത്വത്തിന്റേതും അതുപോലെ തന്നെ KPCC-യിലെ മറ്റ് നേതാക്കളുമൊക്കെ എടുത്ത തീരുമാനമായിരുന്നു. കാരണം ഇത് ആദ്യം KPCC അധ്യക്ഷൻ റാലി നടത്തും എന്ന നിലയിലായിരുന്നു ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് സമരാഗ്നി രണ്ടുപേരും ചേർന്ന് നയിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്കൊക്കെ നേതൃത്വം തന്നെയാണ് പോയത്. മാധ്യമങ്ങളെ കാണേണ്ടത് ഒരുമിച്ചായിരിക്കണമെന്ന തീരുമാനമടക്കം ആ തലത്തിൽ എടുക്കപ്പെട്ടതാണ്. അത്തരം ഒരു കാര്യത്തിനിടയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വാർത്താസമ്മേളനത്തിനിടെ K സുധാകരന്റെ പരസ്യമായ നീരസം പ്രകടിപ്പിക്കൽ അത് വി ഡി സതീശന് അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളത് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ താൻ തെറ്റുകാരനല്ല, മാധ്യമപ്രവർത്തകർ ആണ് ഇതിന് കാരണം, താനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് K സുധാകരൻ പ്രതികരിച്ചത്.